Methods of wage system. So the main purpose of compensation management is to establish and maintain an equitable wage and salary structure in the organization. So it is essential for the successful functioning of the organization. So the managers take necessary methods to fix salary and wages. So the following are the important methods of wage payments that are time wage system, piece wage system and incentive wage system. So let's move to the time wage system. And it is the oldest method of wage system. Under this method, the worker is paid on the basis time spent by him on the job. And this method does not give importance to the quantity of the works produced by the workers. The system of wage payment is found in practice in those industries and for those jobs where quality of goods produced is of extreme importance. സോ ടൈം വേജ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അറിയാവുന്നതാണല്ലേ. ടൈമിനെ ബേസ് ചെയ്തിട്ടാണ് വർക്കേഴ്സിന് നമ്മൾ വേജസ് പ്രൊവൈഡ് ചെയ്യുന്നത്. And it is very simple to understand, so the workers can easily calculate their remuneration. Then it helps to maintain quality of product because the workers has no hurry to complete the work, and it gives workers a sense of security, and his wages is not decreased if his efficiency is decreased due to certain reasons like any diseases or injury or sick. And it protect the workers from overwork and fatigue. And it also helps to save machines from overwork and damage. So the system guarantees regular and fixed wages to employees. So this system helps to create a good industrial atmosphere because it is accepted by the trade union also, and the trade unions accept this method because it does not make any distinction between the worker on the basis of performance. അപ്പോൾ ടൈം വേജ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ടൈമിനെ ബേസ് ചെയ്തിട്ട് ഓരോരോ വർക്കറും വർക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും അവർക്ക് റെമ്യൂണറേഷൻ അതല്ലെങ്കിൽ അവരുടെ വേജ് കിട്ടുന്നത്. അപ്പോൾ അവർക്ക് ഓവർ വർക്കോ അല്ലെങ്കിൽ ഓവർ ടൈമൊന്നും വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടൈം പീരീഡിൽ തന്നെ അവർക്ക് വർക്ക് ചെയ്താൽ മതി. ആ വർക്കിനെ ബേസ് ചെയ്തതിന് ശേഷം അവർക്ക് പിന്നെ നെക്സ്റ്റ് ഡേ വന്നിട്ട് വർക്ക് ചെയ്താൽ മതി. അപ്പോൾ ടൈമിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ സാലറി അതല്ലെങ്കിൽ എംപ്ലോയീസിനെ വേജസ് ഫിക്സ് ചെയ്യുന്നത്. സോ ഇറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ് അല്ലേ. അപ്പോൾ എംപ്ലോയീസിൻ്റെ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ബിക്കോസ് വർക്കേഴ്സ് ഹാസ് നോ ഹറി ടു കംപ്ലീറ്റ് ദ വർക്ക്. So due to the implementation of the automatic machines, the workers have no control over the quantity of the goods produced. Hence the system is good to the enterprise in such situation. So time wage systemത്തിൻ്റെ മെറിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെയാണ്. വർക്കേഴ്സിന് ഓവർ ടൈം വർക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ക്വാളിറ്റി പ്രൊഡക്റ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ വർക്കേഴ്സിന് തന്നെ ഈസിലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അവർ എത്ര നേരം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ അവേഴ്സിനെ ബേസ് ചെയ്തിട്ട് അവർക്ക് ഈസിലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. റെഗുലറായിട്ട് അല്ലെങ്കിൽ ഫിക്സഡ് വേജസ് എംപ്ലോയീസിന് കിട്ടുകയും ചെയ്യും. സോ ദീസ് ആർ ദ മെറിറ്റ്സ് ഓഫ് ദ സിസ്റ്റം. ആൻഡ് സം demerits are also that are the system does not make any distinction between efficient and inefficient worker. So both inefficient and efficient workers get the same wages അല്ലേ. അപ്പോൾ അവേഴ്സിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ടൈമിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾക്ക് എംപ്ലോയീസിന് വേജസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ അവറിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ അവിടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പേഴ്സണും ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള പേഴ്സണും സെയിം റേറ്റ് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ എംപ്ലോയീസിൻ്റെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടല്ല
നോക്കുന്നത് ടൈം പീരീഡിനെ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നുള്ളൂ. ദെൻ വി നീഡ് എ കണ്ടിന്യൂസ് ആൻഡ് സ്ട്രിക്റ്റ് സൂപ്പർവിഷൻ ഫോർ ആർ നെസസറി ഇഫ് വേജസ് ആർ പെയ്ഡ് അണ്ടർ ദിസ് മെത്തേഡ്. അതായത് നമ്മൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യേണ്ടി വരും, ഒരു സൂപ്പർവിഷൻ വേണം, എന്നാൽ മാത്രം തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ വർക്കേഴ്സ് ടൈം വേസ്റ്റ് ചെയ്യുന്നുണ്ടോ, അതല്ലെങ്കിൽ അവർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്തവരാരൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മൾക്ക് അനലൈസ് ചെയ്യണമെങ്കിൽ പ്രോപ്പറായിട്ടുള്ള എവാലുവേഷൻ അല്ലെങ്കിൽ സ്ട്രിക്റ്റ് സൂപ്പർവിഷൻ വേണം. Then in the time wage system the workers are paid for the time and not for the output. Hence the workers are not getting any proper reward. ഇവിടെ വർക്കേഴ്സിന് റിവാർഡുകളൊന്നും കിട്ടുന്നില്ല. അവർ ആ ടൈമിന് വർക്ക് ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്ത് മാത്രമാണ് സാലറി അല്ലെങ്കിൽ വേജസ് ഏൺ ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തിട്ടോ ഔട്ട്പുട്ടിനെ ബേസ് ചെയ്തിട്ടോ അല്ല വേജസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ദീസ് ആർ ദ ഡീമെറിറ്റ്സ്. സോ ഇൻ ടൈം വേജ് സിസ്റ്റം മീൻസ് the system of wage payment is on the basis of time spent by the person on the job. Okay, and the next one is piece wage system. Under this system, the wages are paid to the employees on the basis of goods they produce at a given time. Okay, that means the wages are paid on the basis of his output. So there is a direct relationship between the wages and work done. So ഇവിടെ ഓരോരോ എംപ്ലോയീസിനും അവർ വർക്ക് ചെയ്യുന്ന അവരുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ട് അതല്ലെങ്കിൽ അവർ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ട്, സപ്പോസ് വി ക്യാൻ ടേക്ക് ആൻ എക്സാമ്പിൾ ഓഫ് എ ഗാർമെൻറ്റ് ഫാക്ടറി. ഇപ്പോൾ ഗാർമെൻറ്റ് ഫാക്ടറിയിലെ വർക്കേഴ്സ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എത്ര യൂണിറ്റാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ആ യൂണിറ്റിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ വേജസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ പീസ് വേജ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ പീസ് വേജ് സിസ്റ്റം ഇറ്റ് ഓൾസോ സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഈസി ടു കാൽക്കുലേറ്റ് ആൻഡ് കോസ്റ്റ് പെർ യൂണിറ്റ് can easily be calculated. Then the laborers try to produce more goods, and when more goods are produced it will help to reduce the cost of production. Then the management can distinguish between the efficient and inefficient workers. So efficient workers are better rewarded under the system and hard workers work efficiently. അപ്പോൾ ഇവിടെ ഓരോരോ പേഴ്സൺസിൻ്റെ വർക്കിനെ ബേസ് ചെയ്തിട്ടാണ് വേജസും സാലറിയും പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതൊക്കെ പേഴ്സൺസാണ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവർക്ക് കൂടുതൽ വേജസ് കിട്ടും. സോ വർക്കേഴ്സ് എപ്പോഴും എന്താണ് അവരുടെ ജോബിൽ ബിസി ആയിരിക്കും. അവരുടെ മെയിൻ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ടു പ്രൊഡ്യൂസ് മോർ ക്വാളിറ്റി ഗുഡ്സ്. അപ്പോൾ അതുകൊണ്ട് സൂപ്പർവിഷൻ ഇവിടെ ആവശ്യമില്ല. സോ ഇതാണ് പേസ് വേജ് സിസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ ഹാവ് സം ഡീമെറിറ്റ്സ് ഓൾസോ. ദ വർക്കേഴ്സ് ആർ ഓൾവേസ് ട്രൈയിങ് ടു പ്രൊഡ്യൂസ് മോർ, സോ ദേ വിൽ ഫോക്കസ് ദെയർ അറ്റൻഷൻ ഓൺ ദ ക്വാണ്ടിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ്, നോട്ട് ഓൺ ദെയർ ക്വാളിറ്റി. സോ ഇവിടെ ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻസ് കിട്ടുന്നില്ല, അവർക്ക് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത് മാത്രം തന്നെയാണ് നോക്കുന്നത്. സോ അത് ആ ഓരോരോ ഫേമിൻ്റെ റെപ്യൂട്ടേഷനെയാണ് എഫക്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ ന്യൂ വർക്കേഴ്സ് ആർ നോട്ട് ഏബിൾ ടു പ്രൊഡ്യൂസ് മോർ, സോ ദേ വിൽ നോട്ട് ഗെറ്റ് ദ റീസണബിൾ വേജസ്. ദെൻ മിനിമം വേജസ് ആർ നോട്ട് ഗ്യാരണ്ടീഡ് അണ്ടർ ദ സിസ്റ്റം. ഇവിടെ ഒരു ഫിക്സഡ് ആയിട്ടുള്ളൊരു സിസ്റ്റം ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ മിനിമം എന്ന് പറഞ്ഞിട്ടൊരു ഫിക്സഡ് വേജ് സിസ്റ്റം ഉണ്ടായിരിക്കുന്നില്ല. അവർ ആരാണ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ ഗാർമെൻറ്റ് ഫാക്ടറി നമ്മൾ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഓരോരോ പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ആ പ്രൊഡക്റ്റ് എത്ര കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തു അതിനനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ അവിടെ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ പുവറായിരിക്കും. ദെൻ സ്ട്രിക്റ്റ് സൂപ്പർവിഷനും ഇവിടെ ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ ക്വാളിറ്റി കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യാം. സോ സൂപ്പർവിഷൻ കോസ്റ്റ് വേണ്ടി വരും. ദെൻ ദ ലേബർ യൂണിയൻ ഈസ് ഒപ്പോസ്ഡ് ബൈ ദ സിസ്റ്റം ബിക്കോസ് ഇറ്റ് ഓൾവേസ് പ്രൊമോട്ട്സ് ജെലസി, ദെൻ അൺഹെൽത്തി റൈവലറീസ് എമംഗ് ദ എംപ്ലോയീസ്. Then the organization should maintain a complete record of the work done by the workers, and a lot of time and money is spent for this purpose. ഓരോ പേഴ്സൺസ് എത്ര യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് റെക്കോർഡൊക്കെ കീപ്പ് ചെയ്യണം. സോ അതിന് കുറേ ടൈമൊക്കെ എടുക്കും. പിന്നെ
നമ്മൾക്ക് കൂടുതൽ പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളൊരു ഇത് കാരണം ദ വർക്കേഴ്സ് വിൽ ഹാൻഡിൽ മെഷീൻസ് ആൻഡ് മെറ്റീരിയൽസ് കെയർലെസ്ലി. സോ ദീസ് ആർ comes in piece wage system. And the third one is incentive wage system. So incentive wage system it is comes under the supplementary compensation അല്ലേ. നമ്മൾ കമ്പോണൻസ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. കമ്പോണൻസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ഇറ്റ് ക്ലാസിഫൈസ് ഇൻ two category that are base or primary compensation and supplementary compensation അല്ലേ. പ്രൈമറി കോമ്പൻസേഷനിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ വേജസ് അല്ലെങ്കിൽ ബേസ് പേ എന്ന് പറഞ്ഞത് ഫിക്സഡ് ആയിരിക്കും. അത് നോൺ ഇൻസെൻറ്റീവ് മെത്തേഡാണ് ഓൺ ദ ബേസിസ് ഓഫ് ടൈം സ്പെൻഡ് ഓൺ ദ ജോബ്. അപ്പോൾ സപ്ലിമെൻ്ററി കോമ്പൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഇൻസെൻറ്റീവ് പേയ്മെൻറ്റ്സ് ഓർ payment by result. That means it consists of incentive and variable payment based on either the individual output or output of the group as all. That means incentive compensation അതല്ലെങ്കിൽ ഇൻസെൻറ്റീവ് വേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പേയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക. That means performance linked compensation, and it is given to improve the motivation and productivity among the employees, and incentive plans provide incentive to the workers to produce more and are paid bonus or premium for additional work. അപ്പോൾ ഓരോരോ എംപ്ലോയീസിനും അവർ ചെയ്യുന്ന വർക്കിനെക്കാട്ടിലും എഡീഷണലായിട്ട് ചെയ്യുമ്പോൾ അവർക്ക് നമ്മൾ എന്ത് എംപ്ലോയീസിനെ പ്രൊവൈഡ് ചെയ്യും, ഇൻസെൻറ്റീവ്സും ബോണസൊക്കെ പ്രൊവൈഡ് ചെയ്യും എഡീഷണൽ വർക്കിന്. അതിനെയാണ്, ആ പേയ്മെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, ഇൻസെൻറ്റീവ് വേജസ് എന്ന് പറയുന്നത്. സോ അണ്ടർ ദ സിസ്റ്റം ദ വർക്കേഴ്സ് ആർ guaranteed minimum wages for the time spent plus extra wages for the better performance. So the incentives are given for increasing production beyond a standard and level. അപ്പോൾ ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വലിനെ ബേസ് ചെയ്തിട്ട് അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ഫ്രം പീരീഡ് ടു പീരീഡ് ഫോർ ദ സെയിം ഇൻഡിവിജ്വൽ അവരുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇൻസെൻറ്റീവ്സിൽ ചേഞ്ചസ് വരിക. അപ്പോൾ അവർ ചെയ്യുന്ന ജോബിനോടൊപ്പം എത്രയാണ് ഹാർഡ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ ജ്വല്ലറീസിലൊക്കെ സെയിൽസ്മാൻ, സെയിൽസ് പേഴ്സൺ, ഇപ്പോൾ അവർ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് അവർക്ക് എന്ത് കിട്ടും, സാലറി കിട്ടും. അതിൻ്റെ കൂടെ ഇൻസെൻറ്റീവ്സും ബോണസൊക്കെ പ്രൊവൈഡ് ചെയ്യും. അവർ എക്സ്ട്രാ സെയിൽ ചെയ്യുന്ന ആ പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് കമ്മീഷൻ. അപ്പോൾ ഓരോരുത്തരും ചെയ്യുന്നതിൻ്റെ എഡീഷണലായിട്ട് നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. ഒരു എഡീഷണൽ വർക്കിന് അവർക്ക് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യണു, ഒരു പ്രീമിയം പ്രൊവൈഡ് ചെയ്യണു, അതല്ലെങ്കിൽ ബോണസ് പ്രൊവൈഡ് ചെയ്യണം. സോ ഇറ്റ് ഈസ് ഗിവൺ ടു ഇംപ്രൂവ് ദ മോട്ടിവേഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി അല്ലേ. അപ്പോൾ സെയിൽസ് പേഴ്സൺസിന് കൂടുതൽ മോട്ടിവേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻസെൻറ്റീവ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇൻസെൻറ്റീവ് സ്കീം ഈസ് ബെനിഫിഷ്യൽ ടു ബോത്ത് ദ വർക്കേഴ്സ് ആൻഡ് എംപ്ലോയേഴ്സ്. And these schemes increase the total wage of the workers as he gets premium or bonus besides the prescribed wages, and it provides an opportunity for hardworking and ambitious workers to earn more. Then production increases rapidly, so production cost may decrease. Then the people are able to get goods at low price, and it motivates the worker to work more അല്ലേ. അപ്പോൾ ഇൻസെൻറ്റീവ് കിട്ടുന്നതിനനുസരിച്ചിട്ട് ഓരോരോ എംപ്ലോയീസും കൂടുതൽ വർക്ക് ചെയ്യാനാണ് നോക്കുക. ഓക്കെ, ദെൻ ഇറ്റ് ക്രിയേറ്റ് എ ടീം സ്പിരിറ്റ് എമംഗ് ദ എംപ്ലോയീസിൻ്റെ ഇടയിൽ തന്നെ ഒരു ടീം സ്പിരിറ്റ് ക്രിയേറ്റ് ചെയ്യും. ദെൻ ഇറ്റ് ഓൾസോ ഹെൽപ്സ് ടു ഇംപ്രൂവ് ദ പ്രൊഡക്ടിവിറ്റി. ദെൻ ഇറ്റ് പ്രമോട്ട് ദ മ്യൂച്വൽ കോർപ്പറേഷൻ എമംഗ് ദ വർക്കേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇതിലൂടെ എന്താണ് വി ക്യാൻ റെഡ്യൂസ് ദ ആബ്സെൻറ്റിസം ആൻഡ് ലേബർ ടേൺ ഓവർ ഇഫ് ദ എംപ്ലോയർ ഈസ് ഗിവിങ് എ ഗുഡ് ഇൻസെൻറ്റീവ് സിസ്റ്റം ഇൻ ദ ഓർഗനൈസേഷനിൽ. ഇൻസെൻറ്റീവ്സും ബോണസൊക്കെ പ്രൊവൈഡ് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആബ്സെൻറ്റീസും ലേബർ ടേൺ ഓവറൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെൻറ്റ്, ദെൻ റെഡ്യൂസ് സ്ക്രാപ്പ് ആൻഡ് റെഡ്യൂസ് ലോസ്റ്റ് ഓഫ് ടൈം. സോ ദീസ് ആർ ദ മെറിറ്റ്സ് ഓഫ് incentive schemes, and some demerits are also there is possibility of reducing of quality products അല്ലേ. അപ്പോൾ പ്രൊഡക്ട്സിൻ്റെ ക്വാളിറ്റി
ഡിമിനിഷ് ചെയ്യാനുള്ള ചാൻസസ് വരുന്നുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ ചെക്കിങ് കണ്ടക്ട് ചെയ്താൽ മാത്രം തന്നെയാണ് നമുക്ക് ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ദർ വിൽ ബി ജലസി ആൻഡ് കോൺഫ്ലിക്ട്സ് അല്ലെ. എംപ്ലോയീസ് തമ്മിൽ ജലസി കോൺഫ്ലിക്ട്സ് ഒക്കെ അറേസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോൾ ഏജ്ഡ് വർക്കേഴ്സിന് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും, പക്ഷേ ഇവിടെ അത്ര എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വരാം. സോ അവർ ചിലപ്പോൾ സ്ലോ ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക. ദെൻ വർക്കേഴ്സ് മേ ഒപ്പോസ് ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ മെഷീൻസ് ആൻഡ് മെത്തേഡ്സ് ബിക്കോസ് ദേ ഫിയർ ദാറ്റ് ന്യൂ മെത്തേഡ്സ് ആൻഡ് മെഷീനറീസ് വിൽ ഡിക്രീസ് ദെയർ ഏർണിങ്സ്. അപ്പോൾ അങ്ങനെയുള്ള ചാൻസസ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. Then setting or piece or bonus rate in the incentive scheme, it is a difficult task. If the rate fixed is low, the workers are imposed to work more, and if the rate is high, the workers may loosen their efforts. So these are the limitations of incentive scheme. So today we have discussed about the methods of wage system, that are time wage system, piece wage system and incentive wage system.